ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് കാന്ത. ചിത്രത്തിൽ റാണ ദഗവതി, ഭാഗ്യശ്രീ ബോഴ്സെ, സമുദ്രകനി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം 24,50,00,000 രൂപയും സാക്കിനിക്ക് കളക്ഷൻ ഡാറ്റ പ്രകാരം 24,30,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റ് വിവിധ ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം 21,50,00,000 രൂപയാണ് ആദ്യ 3 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇനി 4-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ ഇന്നലെ 36,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 3,58,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 3 കോടി റേഞ്ചിലാണ്. അങ്ങനെ ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ 27 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ 25 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചേർന്നുള്ള വിജയാഘോഷ ചടങ്ങുകൾ ചെന്നൈയിലും ഹൈദരാബാദിലും സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തു കഴിഞ്ഞ മലയാള സിനിമയാണ് DSC. ചിത്രം ഇന്നലെ 18-ാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 30,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 36,30,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തത് 10,80,00,000 രൂപയാണ്. അങ്ങനെ 47,10,00,000 രൂപയാണ് ആദ്യ 18 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി ഈ സിനിമ $3.72 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 33 കോടി രൂപ. അങ്ങനെ 18 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 80,10,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇന്നസെന്റ്. സതീഷ് തൻവി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അൽതാഫ് സലീം, ജോമൻ ജോദർ, അനാർക്കലി മരയ്ക്കാർ, കിളിയിപ്പോൾ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,15,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 1,23,00,000 രൂപ മാത്രമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2-2.5 കോടി റേഞ്ചിലുമാണ്. നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇത്തിരി നേരം. വൈശാഖ് ശക്തി തിരക്കഥ എഴുതി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റോഷൻ മാത്യു, സെറിൻ ഷഹാബ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,00,000 രൂപയാണ്. ആദ്യ 11 ദിവസം കൊണ്ട് 35,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഒക്ടോബർ 16 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ നായകനെ പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 33-ാം ദിവസം കൂടി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,65,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അങ്ങനെ 12,13,00,000 രൂപയാണ് ആദ്യ 33 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18,15,00,000 റേഞ്ചിലുമാണ്. മാത്യു തോമസ് നായകനായി നവാഗതനായ നൗഫൽ അബ്ദുള്ള എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ച് ഒക്ടോബർ 26 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ചിത്രത്തിൽ മീനാക്ഷി, ഉണ്ണികൃഷ്ണൻ, ശരത് സഭ, റോഷൻ ഷാനവാസ്, മെറിൻ ഫിലിപ്പ്, റോണി ഡേവിഡ് എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ 25 ദിവസം കൂടിയ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,15,000 രൂപയാണ്. ആദ്യ 25 ദിവസം കൊണ്ട് കേരളത്തിൽ 3,89,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,90,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.